Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അവസാനമായിട്ട് എക്സാം നടക്കാനുള്ളത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ഡിയിലുള്ള SI ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പാർട്ട് സിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 1 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom MBA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാൻ സാധിക്കും. അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉള്ളതാണ്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സബ്ജക്റ്റിന് നമ്മൾ എക്സാം ട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ട് ഗൈഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും. 200 രൂപ മാത്രമാണ് വരുന്നത് പ്ലസ് GST. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വളരെ ഷോർട്ടായിട്ടാണ് നമ്മളെല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാനിതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോസിൽ അത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് എന്തെങ്കിലും ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമ്മൾ പാർട്ട് എയിൽ അതുപോലെ തന്നെ ബിയിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്പർ 1, ബേസിക്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളത് നിർബന്ധമായും പഠിക്കുക. ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് രണ്ടാമത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൽ വരും ഷുവറായിട്ട്. ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏതെങ്കിലും ഒരു ടൈപ്പ്, അത് 5 മാർക്കിനും വരും 2 മാർക്കിൻ്റെയിലും വരും. ഇപ്പോൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ഉണ്ട്, അഫിലിയേറ്റ് ഉണ്ട്, മൊബൈൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് PPC അഡ്വർടൈസിങ്, മറ്റൊരു ചോദ്യം പറയാനുള്ളതാണ്. PPC അഡ്വർടൈസിങ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് എന്താണ്, 1 മാർക്കിൻ്റെ ആവാൻ വരാം ചിലപ്പോൾ. ദെൻ നെക്സ്റ്റ് വെബ്സൈറ്റ് എന്താണ്, വാട്ട് ഈസ് എ വെബ്സൈറ്റ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, ടൈപ്സ് ഓഫ് വെബ്സൈറ്റിലെ ഏതെങ്കിലും ഒരെണ്ണം. അതിൽ സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്, പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പലതരത്തിലുള്ള വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ അല്ല പ്രൊഫഷണൽ, അങ്ങനെ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഓക്കെ, സ്റ്റാറ്റിക് ഡൈനാമിക്. ഓക്കെ, കോമൺ ആയിട്ടുള്ളത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ആണ്. അതല്ലാണ്ട് ബാക്കിയുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ദെൻ വെബ് ഡിസൈൻ എന്താണ്, വെബ് ഡിസൈൻ എന്താണ്. പിന്നെ ടൈപ്പോഗ്രാഫി എന്താണ്, ടൈപ്പോഗ്രാഫി എന്താണ്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. ഗൂഗിൾ അനലറ്റിക്സ് എന്താണ്, ഗൂഗിൾ അനലറ്റിക്സ് എന്താണ്. ദെൻ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണ്, നിർബന്ധമായി നോക്കണം. അതിൽ ഓൺ പേജ് ഓഫ് പേജ് അത് നോക്കണം കേട്ടോ. ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ഇതെന്താണെന്നുള്ളത് നോക്കണം. ദെൻ നെക്സ്റ്റ് കീവേഡ്സ് എന്താണ് നോക്കണം. പിന്നെ ഗൂഗിൾ അൽഗരിതം, ഗൂഗിൾ അൽഗരിതം എന്താണ്. പിന്നെ ക്രൗളിംഗ്
പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം, ക്രൗളിംഗ് എന്താണ്, ഇൻഡെക്സിങ് എന്താണ്, ഇതൊക്കെ നോക്കേണ്ട ചോദ്യങ്ങളാണ്. പിന്നെ ഗൂഗിൾ സെർച്ച് കൺസോൾ എന്താണ്, ഗൂഗിൾ സെർച്ച് കൺസോൾ എന്താണ്, നേരത്തെ പറയാൻ വിട്ടുപോയൊരു ചോദ്യമുണ്ട്, കീവേഡ് ഒപ്റ്റിമൈസേഷൻ, കീവേഡ് ഒപ്റ്റിമൈസേഷൻ എന്താണ്. ഓക്കെ, ദെൻ ലിങ്ക് ബിൽഡിംഗ് എന്താണ്, ലിങ്ക് ബിൽഡിംഗ് എന്താണ്. ദെൻ വെബ്സൈറ്റ് ട്രാഫിക്കിനെ പറ്റിയിട്ടുള്ള ചോദ്യം, വെബ്സൈറ്റ് ട്രാഫിക്, അതിൽ പലതരത്തിലുള്ള ട്രാഫിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാം, അപ്പോൾ അത് നോക്കണം. പിന്നെ സെർച്ച് എൻജിൻ SE മെട്രിക്സ് എന്താണ്, മെട്രിക്സ് SEM. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസ് എന്താണ്. പിന്നെ സോഷ്യൽ മീഡിയ, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലിപ്പോൾ ഫേസ്ബുക്കിലെ ഫേസ്ബുക്ക് ഫാൻ പേജ് എന്താണ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെച്ചോളൂ. പ്രൊഫൈല് എന്താണ്, പിന്നെ ഫേസ്ബുക്ക് അഡ്വർടൈസിങ് എന്താണ്, അത് നോക്കി വെച്ചോളൂ. ഫേസ്ബുക്ക് അനലറ്റിക്സ് എന്താണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് സജഷൻ ഉള്ളത് ട്വിറ്ററാണ്. അത് X ആയി ഇപ്പോൾ, ട്വിറ്റർ അതിപ്പോൾ X ആയല്ലോ, പഴയ ട്വിറ്റർ. ബുക്കിൽ ട്വിറ്റർ തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ്, ബ്രാക്കറ്റിൽ X എന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഓരോന്നിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് നോക്കണം കേട്ടോ. ലിങ്ക്ഡിൻ എന്താണ്, അതിനെ പറ്റിയിട്ട് യൂട്യൂബ്, ഇതൊക്കെ ചോദിക്കാം. ഈസി യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിൻട്രസ്റ്റ് ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടി പറയാനുള്ളത് CPC ബിഡിങ് എന്താണ്. അപ്പോൾ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ചാനൽസിൽ ഏതെങ്കിലും ഓരോന്ന് എന്താണെന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 1 and 2 മാർക്സ് ചോദ്യങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണെന്നുള്ളത് അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും ഒരെണ്ണം, PPC അഡ്വർടൈസിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ് എന്താണ്, വെബ്സൈറ്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, വെബ് ഡിസൈൻ എന്താണ്, ടൈപ്പോഗ്രഫി, ഗൂഗിൾ അനലറ്റിക്സ്, SEO, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, കീവേഡ്സ്, കീവേഡ് ഒപ്റ്റിമൈസേഷൻ, ഗൂഗിൾ അൽഗോരിതം എന്താണ്, ക്രൗളിംഗ്, ഇൻഡെക്സിങ്, റാങ്കിങ്, ഇതൊക്കെ എന്താണ്, ഗൂഗിൾ സെർച്ച് കൺസോൾ, ലിങ്ക് ബിൽഡിംഗ്, വെബ്സൈറ്റ് ട്രാഫിക്കിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, SEM എന്താണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസ്, ഫേസ്ബുക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ട്വിറ്റർ, CPC ബിഡിങ്, യൂട്യൂബ്, ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ്, ഇതൊക്കെ നോക്കി വയ്ക്കാം. ഓക്കെ, പിന്നെ 1 മാർക്ക് ചോദ്യങ്ങൾ 2 മാർക്സ് നമുക്ക് കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.